എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് അല്ലെ, കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും വ്യത്യസ്തരുമാണ്. അയാളുടെ ചിന്തകൾ കൊണ്ട്, കാഴ്ചപ്പാടുകൾ കൊണ്ട്, നിലപാടുകൾ കൊണ്ട് വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് എല്ലാവരും തന്നെ. എന്നാൽ ഇങ്ങനെ വ്യത്യസ്തതകളൊക്കെ നിലനിൽക്കുമ്പോഴും നമുക്കൊക്കെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചില പൊതു സ്വഭാവങ്ങളുണ്ട് അല്ലെ, എല്ലാവർക്കും ഉള്ള ചില പൊതു സ്വഭാവങ്ങൾ. അങ്ങനെയുള്ള പൊതു സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമുക്കൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്? മറ്റുള്ള ആളുകളെക്കുറിച്ച് അഭിപ്രായം പറയുക, വിലയിരുത്തലുകൾ നടത്തുക. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളെയൊക്കെ നമ്മൾ ഇങ്ങനെ വിലയിരുത്താറുണ്ട്, അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. കണ്ടുമുട്ടുന്ന ആളുകളെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെയും അല്ലെ. നമുക്കെല്ലാം ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്. മക്കള്, സുഹൃത്തുക്കള്, സഹപ്രവർത്തകര്, അയൽവാസികളായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു ബസ്സിൽ വെച്ച്, ട്രെയിനിൽ വെച്ച്, ഒരു ഷോപ്പിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച്, അങ്ങനെ യാദൃശ്ചികമായിട്ട് താൽക്കാലികമായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ചുരുക്കി പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളോടൊപ്പമുള്ള ബന്ധങ്ങളും താൽക്കാലികമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതുമായിട്ടുള്ള ബന്ധങ്ങൾ. ഈ ബന്ധങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് വ്യക്തികളുണ്ട്. ഇവരോടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അവരെയൊക്കെ വിലയിരുത്താറുണ്ട്, അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. അത് ശരിയാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ, വിലയിരുത്തലുകൾ നടത്തുമ്പോൾ അത് ശരിയായ രീതിയിലാവണം. ഇല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊരു സ്വഭാവം അത്ര നല്ലതല്ല എന്ന് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ വിചാരിക്കുന്നത് പോലെയോ ആവണമെന്നില്ല ഒരാളെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും. അതുകൊണ്ട് തന്നെ അഭിപ്രായ പ്രകടനങ്ങളും വിലയിരുത്തലുകളും ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് നടത്തുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ്, നമ്മുടെ വ്യക്തിത്വത്തോട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ഒരു തെറ്റ് ചെയ്യുന്നത്. അഭിപ്രായ പ്രകടനങ്ങളും വിലയിരുത്തലുകളും രണ്ട് രീതിയിലാണ് നമ്മൾ നടത്താറുള്ളത്. ഒന്ന്, ഒരാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അഭിപ്രായ പ്രകടനങ്ങളും വിലയിരുത്തലുകളും നടത്താറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരാളുടെ ഭാവിയെക്കുറിച്ചും നമ്മൾ പല അഭിപ്രായ പ്രകടനങ്ങളും മുൻകൂട്ടിയിട്ട് മുൻവിധിയോടുകൂടി നമ്മൾ പറയാറുണ്ട്. ഇത് രണ്ടും സത്യത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ വിശാലമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഡെപ്ത് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ ഈ ഒരു അവസ്ഥ, അനുഭവം പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടാവും. എല്ലാവരും ഒരുപോലെ പഠിക്കുന്ന കുട്ടികളാണെന്ന് ഒരിക്കലും പറയാനാവില്ല. ചില കുട്ടികൾ നന്നായിട്ട് അക്കാദമിക്കലി നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളായിരിക്കും. എന്നാൽ അക്കാദമിക്കലി വിദ്യാഭ്യാസത്തോട് വലിയ താല്പര്യമില്ലാതെ, അങ്ങനെ ക്ലാസ് മുറികളിൽ കുത്തിരുന്ന് പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്ത കുട്ടികളും നമ്മുടെ ക്ലാസ് മുറികളിൽ ഉണ്ടാവും. ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കുട്ടികളെ വ്യത്യസ്തമായ രീതിയിലാണ് വിലയിരുത്താറുള്ളത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് അധ്യാപകർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അവര് ഭാവിയിൽ വലിയ രീതിയിൽ ഉയർന്ന വിജയങ്ങൾ നേടുമെന്ന്. എന്നാൽ ബാക്ക് ബെഞ്ചിൽ ഈ വലിയ പഠിപ്പൊന്നും ഇല്ലാതെ, പഠിക്കാതെ കുട്ടികളെ നോക്കിയിട്ട് പരീക്ഷാ പേപ്പറൊക്കെ വരുമ്പോഴാണ് ഈ അധ്യാപകർ ആ രീതിയിൽ റിയാക്ട് ചെയ്യാറുള്ളത്. നീ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന രീതിയിൽ നമ്മൾ അവരെ എഴുതി തള്ളാറുണ്ട്. അതുപോലെ തന്നെ അവരെ കൂടുതൽ അധ്യാപകരെ ശ്രദ്ധിക്കാറുമില്ല. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് കെയർ ചെയ്യുകയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതാണ് പൊതുവെ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ സംഭവിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇത് ഞാൻ ഒരാളുമായിട്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ, അദ്ദേഹം പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ, ചില അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു വിഷയം ഞാൻ എടുത്തിട്ടത്. പിൽക്കാലത്ത് ഈ കാഴ്ചപ്പാടുകളും ഈ വിലയിരുത്തലുകളും ഒക്കെ വലിയ അബദ്ധമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയോ? പഠിക്കാതെ ബാക്ക് ബെഞ്ചിൽ പുറന്തള്ളപ്പെട്ട ഈ കുട്ടികൾ പിൽക്കാലത്ത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടി ജീവിതം ആഘോഷിക്കുമ്പോൾ
പലപ്പോഴും വളരെ മിടുക്കന്മാരാണെന്ന് നമ്മൾ കരുതിയ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുമെന്ന് കരുതിയ പല കുട്ടികളും ജീവിതത്തിന്റെ പിന്നിലേക്ക് പുറന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചത്ര വിജയങ്ങളൊന്നും സ്വന്തമാക്കാൻ കഴിയാത്തവരായിട്ട് അവർ ജീവിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ നേർക്കാഴ്ചകളിലൂടെയും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മുടെ വിലയിരുത്തലുകൾ ശരിയായത്, നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ ശരിയായത്? തീർച്ചയായിട്ടും തെറ്റായിരുന്നില്ലേ? നമ്മുടെ വിലയിരുത്തലുകളും നമ്മുടെ അഭിപ്രായങ്ങളുമൊക്കെ പലപ്പോഴും ജീവിതത്തിൽ തെറ്റിപ്പോവാറാണ് പതിവ്. അതായത് എക്സ്പെക്ടേഷൻസും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. ഇത് രണ്ടും രണ്ടറ്റങ്ങളിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ വിചാരിക്കുന്നത് പോലെയോ ആവണമെന്നില്ല ആരും. അതുപോലെ തന്നെയാണ് ഇത് ഭാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ തന്നെയാണ്. ഒരാളോട് നമ്മൾ കുറച്ച് സമയം സംസാരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരാളാണെന്ന് നമുക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കുന്നില്ല, നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ അംഗീകരിച്ച് തരുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർ മോശം സ്വഭാവമാണ്, അവൻ ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വിലയിരുത്താറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആവണമെന്നില്ല. അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അവരുടെ നിലപാടുകൾ പറഞ്ഞു, അല്ലേ? അവരുടേതായിട്ടുള്ള ചില വിലയിരുത്തലുകൾ ചില വിഷയങ്ങളിൽ നടത്തിയെന്നല്ലാതെ അവരുടെ സ്വഭാവം മോശമായിട്ടൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ അടുത്തറിയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല ചങ്ങാതിമാരാക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവരൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവുക. പല അനുഭവങ്ങളും പല ആളുകൾക്കും ഉണ്ടാവും. ആദ്യത്തെ കണ്ടുമുട്ടലിൽ ആള് ശരിയല്ല എന്നൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഏറ്റവും നല്ല ചങ്ങാതിമാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ വിലയിരുത്തലുകൾ ചെറിയ സമയം കൊണ്ട് സാധ്യമാവില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിയെയും നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ വിലയിരുത്താൻ പാടില്ല, വിലയിരുത്താൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ പല കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകും. ഒരുപാട് നല്ല ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ വരും. ചില ആളുകൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നിയ ആളുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത്. എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഒരുപക്ഷെ ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ സൂക്ഷിച്ച് വിലയിരുത്തണമെന്നും ആവശ്യമില്ലാതെ വിലയിരുത്തരുത് എന്നും ഞാൻ പറയാൻ കാരണം എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ്. എൻ്റെ സ്വന്തം അനുഭവങ്ങളും മറ്റുള്ളവർ പറഞ്ഞു തന്ന അനുഭവങ്ങളുമൊക്കെ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. അപ്പം ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ചിന്തകൾക്ക് വിട്ടുതരികയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതായത് അധികം ആരോടും സംസാരിക്കാതെ വളരെ ഒതുങ്ങി കൂടി ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അധികം ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യില്ല. ഒരു ഇൻട്രോവേർട്ട്, അത് അന്തർമുഖത്തൊക്കെ ഉള്ള ഒരു കുട്ടിയെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു ലെവലിലുള്ള ഒരാളായിരുന്നു അന്ന് എൻ്റെ ചെറുപ്പത്തിൽ. അത് നേരിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ, ദർശാനി ടീച്ചർ, പിന്നെ എൻ്റെ അമ്മയോട് പറയുന്നത്, എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്, ഇപ്പോൾ പഠിക്കാനൊന്നും കുഴപ്പമില്ല, പക്ഷെ ആള് ഒട്ടും മെച്ചുവേർഡല്ല, അവരോടൊരു കാര്യം പോലും എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്, അപ്പോൾ കരയും, മുഖമൊക്കെ ചുവന്ന് തുടുത്തൊരവസ്ഥയാണ്. അപ്പോൾ നേരത്തെയോ മറ്റോ ആണോ സ്കൂളിൽ അവനെ ചേർത്തത്, ഒരു പക്വതക്കുറവ് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അമ്മയോട് ടീച്ചർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ എനിക്കറിയാം ഞാൻ വളരെ സൈലന്റ് ആണ്, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. അപ്പൊ ആ രീതിയിലാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴും അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഇത് തന്നെയാണ് ചർച്ച, ഇവനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ്. പക്ഷെ ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു, സ്പോർട്സിലും മറ്റുള്ള കാര്യങ്ങൾക്ക് വളരെ ആക്റ്റീവാണ്, അതിലൊക്കെ പങ്കെടുക്കും, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആരോടും സംസാരിക്കൊന്നുമില്ല, സൈലന്റ് ആണ്, ഒതുങ്ങി അവിടെ നിൽക്കും. അങ്ങനെ വലിയ കമ്പനി കൂടുന്ന ഒരു പ്രകൃതമല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പേടിയും എൻ്റെ കാര്യത്തിലായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. ലൈഫിൽ പരാജയപ്പെട്ടു പോകും. കാരണം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ അറിയുന്നവർക്കുള്ളതാണ് ഈ പുതിയ ലോകം എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ കാര്യങ്ങളും ഒരു ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ സ്മാർട്ടായിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റട്ടെ. അപ്പൊ അങ്ങനെ ഒരു ചാർജബിൾ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അങ്ങനെ സൈലന്റ് ആയിട്ടുള്ള, അധികം ആരോടും സംസാരിക്കാതെ ഒരാളാണ് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നതെന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിലാണ് സംസാരിക്കുന്നത്, പക്ഷെ ഇതിന്റെ മുന്നിൽ 1000 പേര് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാലും ഒരു വിഷയം എനിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും, പേടിയില്ലാതെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിലേക്ക് ഞാൻ വളർന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ രൂപപ്പെട്ടു വന്നതാണ്. അന്നത്തെ കാലത്ത് എന്നെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെ
തെറ്റായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇന്ന് എന്തെങ്കിലും മോശമായ രീതിയിൽ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ടെങ്കിലോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലോ നിങ്ങളിത് കാര്യമാക്കേണ്ടതില്ല. അതൊക്കെ തിരുത്തി എഴുതാനുള്ള ഒരു കാലവും സമയവും നേരവും നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാകും. അന്ന് നിങ്ങളത് തെളിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സ് ഡെസ്പായി പോകരുത് എന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു അനുഭവമുണ്ട്. ഞാനൊരു അധ്യാപകനെ പരിചയപ്പെട്ടു. റിട്ടയർഡ് അധ്യാപകനാണ്. നല്ല പേഴ്സണാലിറ്റിയുള്ള, വളരെ നന്നായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ. ഒരു 65 വയസ്സുണ്ട് ആൾക്ക്. അപ്പം അങ്ങനെ കുറേ സമയം സംസാരിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് മിസ് ചെയ്യാറില്ല. കുറേ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പം നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം, ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. എന്നെ ഇപ്പോഴും വിളിക്കുന്ന കുറേ ശിഷ്യന്മാരുണ്ട്. മനസ്സിൽ സ്നേഹം സൂക്ഷിക്കുന്ന ഒരുപാട് ശിഷ്യന്മാർ. അന്നും ഒരുപാട് സ്നേഹം കിട്ടിയിരുന്നു കുട്ടികളിൽ നിന്നൊക്കെ. കാരണം അവരൊക്കെ സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് സമ്മാനങ്ങളൊക്കെ തരുമായിരുന്നു. അത്രയ്ക്കൊരു മാനസികമായ അറ്റാച്ച്മെന്റ് കുട്ടികളുമായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും സന്തോഷം തോന്നി. കാരണം അങ്ങനെയൊക്കെയുള്ള അധ്യാപകർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സന്തോഷവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു കാര്യമാണ്. അപ്പം അല്ലേ, നമുക്കൊക്കെ അപൂർവമായിട്ട് അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകകരമാണ് എന്നതിനപ്പുറം നമ്മളെ കുറെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അധ്യാപന ജീവിതം അത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയാനാവില്ല. ഒരു ചെറിയ പരാജയമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഇത്രയ്ക്കേറെ സ്നേഹവും ബഹുമാനവും ഒക്കെ സ്വീകരിക്കാൻ കഴിഞ്ഞ ഒരു അധ്യാപകൻ എങ്ങനെയാണ് പരാജയമായി മാറുന്നത്? ഞാൻ അത് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടാവും. ആ കുറേ കുട്ടികളെ ഒന്നും ഒരേപോലെയല്ല അധ്യാപകർ ട്രീറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്, പക്ഷേ എൻ്റെ വിലയിരുത്തലുകളും എൻ്റെ അഭിപ്രായങ്ങളുമൊക്കെ ഇപ്പോൾ തെറ്റായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് മിടുക്കന്മാരാണെന്ന് മിടുക്കികളാണെന്ന് തോന്നിയ കുട്ടികളൊന്നും പിൽക്കാലത്ത് ഞാൻ വിചാരിച്ചത്ര വിജയങ്ങളൊന്നും സ്വന്തമാക്കിയിട്ടില്ല. എന്നാൽ നമ്മുടെ ബാക്ക് ബെഞ്ചിൽ അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കി അവരെന്തെങ്കിലും ആക്കട്ടെ എന്ന് കരുതി പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ നമുക്ക് തോന്നിയിട്ടുള്ള കുട്ടികളൊക്കെ പിൽക്കാലത്ത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ നിന്നപ്പോൾ സത്യത്തിൽ ഞാൻ അവരുടെ മുന്നിൽ ചെറുതായി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ അധ്യാപന ജീവിതത്തിൽ എവിടേക്കോ എനിക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് കുറച്ചൊക്കെ പരാജയം കൂടി ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യത്തിൽ വളരെ രസകരവും എന്നാൽ ഒരു വലിയ അറിവും നമുക്ക് കിട്ടിയതിൻ്റെ ഒരു ഫീലായിരുന്നു. ജീവിതം അദ്ദേഹത്തെ പഠിപ്പിച്ചതാണത്. ഇവിടെയാണ് നമ്മൾ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും ശരിയാവണമെന്നില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ വിചാരിക്കുന്നത് പോലെയോ അല്ല ആരും. ഒരുപക്ഷെ നല്ലതാണെന്ന് നമുക്ക് തോന്നിയ ആളുകളൊന്നും മികച്ച ആളുകളാവണമെന്നില്ല. മോശമാണ് എന്ന് നമ്മൾ ചിന്തിച്ചവര് മോശക്കാരാവണമെന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ ആവുകയും ചെയ്യാം. പക്ഷെ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ കൃത്യത ഉണ്ടാവണം. അല്ലാതെ വെറുതെ ഒരു ആവേശത്തിന്റെ പുറത്തോ ചെറിയ ഒരു സമയത്തിനുള്ളിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മുൻവിധിയോടുകൂടിയോ നമ്മൾ ആരെയും വിലയിരുത്തരുത്. ഡു നോട്ട് പ്രീജഡ്ജ് എന്നാണ്. അതായത് മുൻവിധി പാടില്ല ആരെക്കുറിച്ചും. മുൻവിധിയില്ലാതെ നമുക്ക് പെരുമാറാനാവണം. മുൻവിധിയില്ലാതെ ചിന്തിക്കുവാനും മുൻവിധിയില്ലാതെ നമുക്ക് വിലയിരുത്തുവാനും മുൻവിധിയില്ലാതെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനും നമുക്ക് കഴിയണം. അങ്ങനെയുള്ള വ്യക്തികളാകുമ്പോഴാണ് നമ്മളൊക്കെ നല്ല വ്യക്തിത്വങ്ങളായി നമ്മൾ മാറുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളെയൊന്നും ഒറ്റയടിക്ക് നമ്മൾ വിലയിരുത്തരുത്. അവർ ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ അന്ധമായിട്ട് നമ്മൾ ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യരുത്. ഒരുപക്ഷെ നമുക്ക് വലിയൊരു പണി തന്നിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് ആളുകളെ വിലയിരുത്തുമ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോഴുമൊക്കെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നടത്തുക. സമയമെടുത്തിട്ടാവണം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കേണ്ടതും വിലയിരുത്തലുകൾ നടത്തേണ്ടതും. അതുപോലെ തന്നെ ഒരാളെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ച് പോലും നമ്മൾ ആവശ്യമില്ലാതെ അഭിപ്രായ പ്രകടനങ്ങളോ വിലയിരുത്തലുകളോ നടത്തേണ്ടതില്ല. നാളെ അവരൊക്കെ ആരായിത്തീരുമെന്ന് ഒരുപക്ഷെ അവർ തന്നെ തീരുമാനിക്കും. അന്ന് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് ശരിയായ രീതിയിൽ ജീവിക്കുവാനും ചിന്തിക്കുവാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആരെയും വിലയിരുത്തുവാനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനും അർഹരല്ല നമ്മൾ ആരുമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക.
ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ലോകത്തെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള മിടുക്കരായ മിടുക്കികളായിട്ടുള്ള കുട്ടികളും യുവാക്കളുമൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ആരെക്കുറിച്ചും ആവശ്യമില്ലാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വയം ചെറുതാവരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് നടത്താനുള്ളത്. അത് നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാവട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.